ഈ ഫണ്ണി മൂവീസും മറ്റുമൊക്കെ കാണുന്നത് പലർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കാരണം രസകരമായ ദൃശ്യങ്ങളൊക്കെ കണ്ട് മനസ്സറിഞ്ഞ് ചിരിക്കുന്നത് ആർക്കാണ് ഇഷ്ടമല്ലാത്തത്. എന്നാൽ അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ കാണാൻ സിനിമകളൊന്നും കാണണമെന്നില്ല. നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്ന പല സംഭവങ്ങളും തന്നെ നമ്മളെ ചിരിപ്പിച്ചൊരു വഴിയാക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അത്തരത്തിലുള്ള ചില ദൃശ്യങ്ങൾ തന്നെയാണ് കാണാൻ പോകുന്നത്. നിങ്ങളെ ചിരിപ്പിക്കാൻ പോകുന്ന വളരെ രസകരമായ കുറച്ച് ദൃശ്യങ്ങൾ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യത്തെ ദൃശ്യത്തിലെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ക്യാമറമാൻ ആ പെൺകുട്ടിക്ക് ആദ്യം തന്നെ നിർദ്ദേശമൊക്കെ കൊടുത്തു വെച്ചിട്ടുണ്ട്, 1 2 3 പറഞ്ഞു കഴിഞ്ഞാൽ ചാടണമെന്ന്. അങ്ങനെ അവരെല്ലാം സെറ്റായി ഫോട്ടോ എടുക്കാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. അങ്ങനെ കൗണ്ട് ഡൗണും തുടങ്ങി. അങ്ങനെ 1 2 3 എന്ന് പറഞ്ഞതും പെൺകുട്ടിയല്ല ചാടിയത്, ക്യാമറമാനാണ്. പുള്ളിക്കാരൻ സാഹചര്യത്തിന്റെ ഒരു സമ്മർദ്ദം മൂലം ആകെ കൺഫ്യൂഷനായി പോയതാണെന്ന് തോന്നുന്നു. എന്തായാലും കയ്യിലിരുന്ന ക്യാമറയുടെ കാര്യം ഒരു തീരുമാനമായിട്ടുണ്ടാവും. ഇവിടെ വളരെ അതിസാഹസികയായ ഒരു പെൺകുട്ടിയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ തന്റെ ധീരത ക്യാമറക്ക് മുന്നിൽ കാണിക്കാനുള്ള ശ്രമത്തിൽ പെൺകുട്ടി സ്വയം ബാഹുബലിയിലെ BGM ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ സാഹസിക പ്രകടനം കൂടി നിങ്ങളങ്ങ് കണ്ടോളൂ. ചിലപ്പോൾ ഈ ദൃശ്യം കാണുന്ന സമയത്ത് നിങ്ങൾക്ക് പലർക്കും നിങ്ങളുടെ കുട്ടിക്കാലം ഓർമ്മ വരാൻ ചാൻസ് ഉണ്ട്. കാരണം പലരും കുട്ടികളായിരുന്ന സമയത്ത് ഇതുപോലെ കണ്ട ഓലമടലിലൊക്കെ കയറി പിടിച്ച് തൂങ്ങിയാടിയിട്ടുണ്ടാവും. പക്ഷെ അതെന്തൊക്കെയായാലും നിങ്ങൾ ഈ പെൺകുട്ടിയുടെ പ്രകടനത്തിന്റെ ക്ലൈമാക്സ് തീർച്ചയായും കാണണം. പുള്ളിക്കാരൻ ആദ്യമായിട്ടാണ് എസ്കലേറ്റർ യൂസ് ചെയ്യുന്നത് എന്നാണ് തോന്നുന്നത്. പക്ഷെ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ എത്ര വർഷം നടന്നാലും എത്തേണ്ടടുത്ത് എത്തില്ല എന്ന് ആരെങ്കിലും അദ്ദേഹത്തിനൊന്ന് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ അത് വലിയൊരു ഉപകാരമായിരുന്നു. ഇങ്ങനെയാണെങ്കിൽ ആ ബസ്സുകാരൻ എന്ത് വിശ്വസിച്ച ആളുകളെ കാണുമ്പോൾ ബസ് നിർത്തും? കൃത്യസമയത്തിന് മാറി നിന്നത് ഭാഗ്യം, ഒന്നും പറ്റിയില്ല. അപ്പൊ ബസ്സുകാരെ മാത്രമല്ല ഇവന്മാർ ഓട്ടോക്കാരെയും പറ്റിക്കാറുണ്ട്. ഇവിടെ നമുക്ക് കാണാം, അബദ്ധത്തിൽ ആ കുട്ടി വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു. അത് കണ്ടതും ആ കുട്ടിയെ പുറത്തെടുക്കാൻ ആ കുട്ടിയുടെ അമ്മയൊക്കെ ശ്രമിച്ചു. അതിന്റെ കൂടെ തന്നെ വീരശൂര പരാക്രമിയായ ശശിയേട്ടൻ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയും ചെയ്തു. പക്ഷെ നിർഭാഗ്യവശാൽ അപ്പോഴേക്കും കുട്ടിയുടെ അമ്മ കുട്ടിയെ പുറത്തെടുത്തു. അപ്പൊ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി വെള്ളത്തിലേക്ക് ചാടിയ ശശിയേട്ടൻ ഇപ്പൊ ആരായി? കള്ളന്മാർ പലതരത്തിലുമുണ്ട്. ചിലർ വളരെയധികം ബുദ്ധിമാന്മാരായിരിക്കും, മറ്റു ചിലരാണെങ്കിലോ നല്ല അസലും മണ്ടന്മാരും. എന്നാൽ ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് ഒരു അൾട്രാ ലെജൻഡ് പ്രോ മാക്സ് വെർഷൻ കള്ളനെയാണ്. ഇവിടെ ഇയാളുടെ കാറിന്റെ ടയർ പഞ്ചറായി പോവുകയായിരുന്നു. അപ്പോഴാണ് പുള്ളി അവിടെ നിർത്തിയിട്ടിരിക്കുന്ന മറ്റൊരു വാഹനം കാണുന്നത്. എന്നിട്ട് പുള്ളി തന്റെ വാഹനത്തിന്റെയും ആ വാഹനത്തിന്റെയും ടയറിന്റെ വലുപ്പമൊക്കെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് ആ വാഹനത്തിന്റെ സ്പെയർ ടയർ ഊരിയെടുത്ത് തന്റെ വാഹനത്തിന് കൊണ്ടുപോയി വെക്കും. പക്ഷെ ആളൊരു മാന്യനാണ് കേട്ടോ. എടുത്ത ടയറിന്റെ പകരം ഭദ്രമായിട്ട് മറ്റൊരു ടയർ അവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടാണ് അയാൾ പോയത്. എന്തായാലും SUVക്ക് സൈക്കിളിന്റെ ടയർ കൊണ്ടുപോയി വെക്കാൻ അദ്ദേഹം കാണിച്ച മനസ്സ് അതാരും കാണാതെ പോകരുത്. ഇപ്പോഴത്തെ കാലത്ത് ഏത് നേരം നോക്കിയാലും റീൽസ് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ആളുകൾ ഓരോ സ്റ്റെപ്പ് ഇടുന്നതൊക്കെ നമുക്ക് കാണാം. പക്ഷേ ആ അസുഖം മനുഷ്യരിൽ നിന്ന് പക്ഷികളിലേക്കും പകർന്നു എന്നാണ് തോന്നുന്നത്. കാരണം ഇവിടെ നമുക്ക് അതുപോലെ ടെറർ സ്റ്റെപ്പ് ഇടുന്ന കോഴികളെയാണ് കാണാൻ സാധിക്കുന്നത്. ഇനി
ഈ ദൃശ്യത്തിൽ നമുക്ക് കാണാം ഐഡിയയുടെ ടീഷർട്ടിട്ട് ഈ പയ്യൻ ഒരു ഫുട്ബോളും എടുത്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് അത് ആ മുന്നിലിരിക്കുന്ന അമ്മാവന്റെ നേരെയായി വെച്ചു. ശേഷം കുറച്ചു നേരം അവിടെ നിന്ന് വാമപ്പ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാം. എന്നിട്ട് അവൻ ഓടി വന്ന ഫുട്ബോൾ ഷൂട്ട് ചെയ്യുന്നത് പോലെ ആക്ഷൻ കാണിച്ചു. ഇത് കണ്ടുപിടിച്ച അമ്മാവൻ അവിടെ വീഴുകയും ചെയ്തു. അങ്ങനെ ആ പയ്യന്റെ പ്രാങ്ക് എന്തായാലും സക്സസ്ഫുൾ ആയിട്ട് തന്നെ നടന്നു. പക്ഷെ ആ വീഡിയോയും അവരവിടെ കട്ട് ചെയ്തു, ബാക്കി കാണിച്ചിട്ടില്ല. അതിനുശേഷം അമ്മാവന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കൂട്ടി ആ പയ്യനെ സ്ട്രക്ചറിൽ എടുത്തു കൊണ്ടുപോകുന്ന സീൻ അവർ മനഃപൂർവ്വം കട്ട് ചെയ്തതാണ്. വിവാഹ ചടങ്ങൊക്കെ ആകുമ്പോൾ പിന്നെ ഒരു ഡാൻസ് കളിക്കാതെ എങ്ങനെ? പക്ഷെ ഡാൻസ് കളിക്കുമ്പോൾ സൂക്ഷിക്കണം, ഇമാതിരി സ്റ്റെപ്പൊക്കെ ഇട്ടാൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി അതുപോലെ മറ്റൊരു വിവാഹ ചടങ്ങ് കൂടി ഇവിടെ കാണാം. ഇവിടെ കല്യാണ പെണ്ണിനെ എല്ലാവരും കൂടി എടുത്ത് പൊക്കുകയായിരുന്നു. പക്ഷെ കൂട്ടത്തിൽ ഒരുത്തൻ കല്യാണ പെണ്ണിനെയാണ് പൊക്കുന്നത് എന്ന് വിചാരിച്ച് ഒപ്പം നിന്ന് എന്റെ കാലാണ് പിടിച്ചു പൊക്കിയത്. എന്തോ ഒരു ഭാഗ്യത്തിന് അവന്റെ ബാലൻസ് പോയില്ല, ഇല്ലെങ്കിൽ എല്ലാം കൂടെ നിലത്ത് കടന്നേനെ. ഇനി ഇവിടെ നമുക്ക് നല്ല മികച്ചൊരു പ്രാങ്ക് കാണാം. അങ്ങനെ പ്രാങ്ക് ജനായി പുള്ളി മരിച്ചതുപോലെ അഭിനയിച്ച് അവിടെ കിടക്കുകയായിരുന്നു. പക്ഷെ കിടക്കാൻ തിരഞ്ഞെടുത്ത സ്പോട്ടാണ് പ്രശ്നമായത്. വെട്ടിന്റെ ശക്തി ലേശം കൂടിപ്പോയെന്ന് തോന്നുന്നു. തുടക്കമൊക്കെ ഗംഭീരമായിരുന്നു, പക്ഷെ അവസാനത്തെ സ്റ്റെപ്പ് പാടിപ്പോയി. ടെക്നിക്കൊക്കെ കൊള്ളാമായിരുന്നു, ശരിക്കും ചെയ്യാൻ കൂടി പഠിക്കണമായിരുന്നു. ഇനി ഇവിടെ നമുക്ക് കാണാം 2 പെൺകുട്ടികൾ സ്കൂട്ടറിലേക്ക് പെട്രോൾ അടിക്കാനായിട്ട് സ്കൂട്ടറുമായി പമ്പിലേക്ക് എത്തി. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ആ തൊഴിലാളി പെട്രോൾ അടിക്കാനായിട്ട് അത് സ്കൂട്ടറിന്റെ ടാങ്കിലേക്ക് ഇട്ടപ്പോൾ ആ പിന്നിലിരിക്കുന്ന പെൺകുട്ടി ചില പ്രത്യേകതരം എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അതൊക്കെ കണ്ടിട്ടും ആ പെട്രോൾ പമ്പിലെ തൊഴിലാളിക്ക് യാതൊരു എക്സ്പ്രഷനും ഉണ്ടായില്ല കേട്ടോ. ഇനി ഇവിടെ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് ഒരു ചങ്ങാടം ഉണ്ടാക്കി. അങ്ങനെ ചങ്ങാടത്തിന്റെ പണിയൊക്കെ പൂർത്തിയായപ്പോൾ ഇത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് 2 പേർ ആ ചങ്ങാടവുമായി വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. ഇനി അപ്പുറത്തെ സൈഡിലോട്ട് പോട്ടെ. നമ്മൾ കേരളീയർക്ക് ഏറെ സുപരിചിതമായ ഒരു മത്സരമാണ് വടംവലി മത്സരം. നിങ്ങളിൽ പലരും ധാരാളം വടംവലി മത്സരങ്ങൾ കണ്ടിട്ടുമുണ്ടാകും. അത്തരത്തിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു വടംവലി മത്സരമാണ് ദാ ഇത്. എന്താ ഒരു ആത്മാർത്ഥത, എന്താ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ്. ഇങ്ങനെയുള്ളവരെയാണ് ഓരോ ടീമിലും ആവശ്യം. ഇനി ഇതിൽ നമുക്ക് കാണാം ഒരു കൂട്ടം ആളുകൾ ചേർന്ന് ഒരു ഊഞ്ഞാൽ കെട്ടിയിരിക്കുകയാണ്. പക്ഷെ ഊഞ്ഞാൽ അത്ര വലുതൊന്നുമല്ല, അതുകൊണ്ട് തന്നെ പലർക്കും അതിൽ കയറി ആടാൻ ചെറിയ പേടിയൊക്കെ ഉണ്ട്. എങ്കിലും ആ കൂട്ടത്തിൽ ഒരാൾ ആ ഊഞ്ഞാലിൽ കയറുകയും അതിൽ കിടന്ന് ആടുകയും ഒക്കെ ചെയ്യും. അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. അങ്ങനെ അയാൾക്ക് ശേഷം മറ്റൊരാൾ കൂടി ആ ഊഞ്ഞാലിൽ കയറാൻ ശ്രമിക്കും. പക്ഷെ അയാളുടെ ഊഞ്ഞാലാട്ടം അവർ പ്രതീക്ഷിച്ച രീതിയിലല്ല അവസാനിച്ചത്.
ആട്ടറിയാ കാല് കയറ്റി അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രത്തോളമായിരുന്നു. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.